തിരുവനന്തപുരം തിരുമല പെരികാവിൽ മാലിന്യം തള്ളി മണ്ണിട്ട് മൂടി. ചൊവ്വാഴ്ചയാണ് ലോറിയിൽ കൊണ്ടുവന്ന് ആശുപത്രി മാലിന്യമടക്കം തള്ളിയത്. തുടർന്ന് ഇന്നലെ മണ്ണിട്ട് നികത്തുകയായിരുന്നു. മാലിന്യം നിക്ഷേപിച്ച ശേഷം മണ്ണിട്ട് ഭൂമി നികത്തുന്നതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചെയ്തിട്ടുണ്ട്. ആഷിഖ്, എന്തൊക്കെ പരാതികളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അഞ്ജലി, ബുധനാഴ്ച നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ കരമനയാറിന് സമീപം വലിയ രീതിയിൽ മാലിന്യം തള്ളുന്നത്, ആശുപത്രി മാലിന്യമടക്കം വീടുകളിൽ ഉപയോഗിക്കുന്ന ഡയപ്പറും അടക്കം നിരവധി വസ്തുക്കൾ, വീട്ടുപയോഗങ്ങൾ, ബേക്കറി വസ്തുക്കൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. അത് തിരുവനന്തപുരം തിരുമല പെരിയാറിൽ കരമനയാറിന് സമീപമാണ് ആ മാലിന്യം തള്ളിയത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലത്താണ് മാലിന്യം തള്ളിയത്. പക്ഷേ ഈ കരമനയാറിന് സമീപം നിരവധി ആളുകൾ വെള്ളത്തിനടക്കം ആശ്രയിക്കുന്ന കരമനയാറിലേക്കാണ് ഈ മാലിന്യം തള്ളിയെന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്ന് തന്നെ നാട്ടുകാർ പരാതി ഉന്നയിച്ചത് ഇത് ഇവിടെ സ്ഥിരം സംഭവമാണ്. ഇവിടെ മാലിന്യം നിക്ഷേപിച്ച ശേഷം പിന്നീട് മണ്ണ് വന്നടിച്ച് ഈ ഭൂമി എടുക്കുന്ന ഒരു പ്രശ്നമുണ്ടായി, ഭൂമി നികത്തിയെടുക്കുന്ന ഒരു പ്രശ്നം അവിടെ നിലവിലുണ്ടായിരുന്നു. ഇത് തുടർച്ചയായി സംഭവിക്കുന്ന കാര്യമെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് വീണ്ടും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചൊവ്വാഴ്ച കൊണ്ടുവന്ന് നിക്ഷേപിച്ച മാലിന്യം ഇന്നലെ വീണ്ടും വന്ന് മണ്ണിട്ട് നികത്തി അവിടെ ഒരു സാധാരണ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കരമനയാറിലേക്ക് നിരവധി മാലിന്യങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. മഴക്കാലമടക്കം വന്നു കഴിഞ്ഞാൽ ഈ ആശുപത്രി വേസ്റ്റ് എല്ലാം ഈ വെള്ളത്തിലേക്ക് വീകും. അതിൻ്റെ സമീപത്തായി 500 മീറ്റർ മാത്രം അകലത്തിലാണ് ഒരു പമ്പ് ഹൗസ് ഉള്ളത്. അതിനാൽ തന്നെ ഈ മാലിന്യം വീഴുന്നത് പമ്പ് ഹൗസിലെ അടക്കം ബാധിക്കും. നിരവധി ആളുകൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ വന്നിരിക്കുന്നത്. ബുധനാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് കൃത്യമായ നടപടി എടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അവിടെ ഹെൽത്ത് വിഭാഗം അടക്കം വന്ന് പരിശോധന നടത്തിയിരുന്നു. ഇത് സ്ഥിരം സംഭവമാണ്, നാട്ടുകാരെ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലെ വീണ്ടും വന്ന് മണ്ണിട്ട് അത് നികത്തിയിരിക്കുന്നു. എന്തായാലും വലിയ അനാസ്ഥയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുന്നത്. അധികൃതരാരും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ചെറിയ പിഴ അടച്ച ശേഷം ഈ ഭൂമിയുടെ ഉടമയെ ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരടക്കം പറയുന്നത്. അന്നും നമ്മളോട് കണ്ട സമയത്തും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭൂമി നികത്തിയെടുക്കുന്ന ഒരു പ്രശ്നം സൂചിപ്പിച്ചിരുന്നു. അതിനേക്കാൾ പ്രധാനമാണ് ഈ കരമനയാറിലേക്ക് ഈ ആശുപത്രി മാലിന്യം തള്ളുന്ന ഒരു പ്രശ്നം. അത് വീണ്ടും ആവർത്തിച്ചു. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇന്ന് വീണ്ടും മണ്ണിട്ട് കൊണ്ടുവന്ന് ഇന്നലെ അത് നികത്തിയിരിക്കുന്നത്. വലിയ അനാസ്ഥ തന്നെയാണ്. എന്തായാലും അധികൃതർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇയാളുടെ, അതായത് ഈ ഭൂമിയുടെ ഉടമയുടെ ഉടമയ്ക്ക് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നതാണ് ഒരു പക്ഷേ നമുക്ക് കണ്ടാൽ തോന്നുന്നു. കാരണം ചെറിയ പിഴ അടച്ച ശേഷം നിലവിൽ ഈ ഒരു പരാതി ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ്. പക്ഷേ നാട്ടുകാരെന്തായാലും ഈ പരാതി ഒഴിവാക്കുന്നില്ല. അവർ കൂടുതൽ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. നേരത്തെ തന്നെ ഇവിടെ മാലിന്യം തള്ളിയ ടിപ്പറിലൂടെ അടക്കം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ഭൂമി ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനാലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാത്തതെന്നും ഒരു ആക്ഷേപമുണ്ട്. എന്തായാലും നിലവിൽ നടപടിയൊന്നും എടുത്തില്ല. ഈ ഭൂമി വീണ്ടും മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. ചെറിയൊരു പിഴ നൽകി ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ നാട്ടുകാർ എന്തായാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. ആഷിഖ്, ഈ അനാസ്ഥയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയൊരു അനാസ്ഥ തന്നെയാണ്, വലിയ മാലിന്യ കൂമ്പാരങ്ങൾ തന്നെയാണ്. അതാണ് ഈ മണ്ണിട്ട് മൂടിയിരിക്കുന്നത്. എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? അഞ്ജലി, അല്പം മുമ്പും വാർഡ് മെമ്പറോട് സംസാരിച്ചിരുന്നു. അവരടക്കം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഇവിടെ സ്ഥിരം സംഭവമാണ്, അതിനെതിരെ നടപടിയെടുക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ബുധനാഴ്ചയും നമ്മളോട് സമാന രീതിയിൽ തന്നെ ഇത് നടപടിയെടുക്കും, നാളെ തന്നെ അവിടെയുള്ള വേസ്റ്റ് എല്ലാം വൃത്തിയാക്കുമെന്ന് പറഞ്ഞ ബൈറ്റടക്കമാണ് നമ്മൾ അന്ന് വാർത്തയിൽ കൊടുത്തത്. പക്ഷേ ഇന്നലെ ആകുമ്പോൾ വീണ്ടും അത് മണ്ണിട്ട് നികത്തിയിരിക്കുന്നു. തികഞ്ഞ അനാസ്ഥ തന്നെയാണ്. അന്ന് അവിടെ ഹെൽത്ത് വിഭാഗം വന്ന് പരിശോധന നടത്തി കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രി മാലിന്യമുണ്ട്, നമ്മുടെ ബേക്കറിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട്, ഹെൽമറ്റുകളുണ്ട്, ചെരുപ്പുകളുണ്ട്, ഇങ്ങനെ പലവിധ വസ്തുക്കളാണ് അവിടെ തള്ളിയിട്ടുള്ളത്. കരമനയാറിന് സമീപം, അതായത് കരമനയാറിലേക്ക് വീണ് കിടക്കുന്ന രീതിയിലാണ് അവിടെ ആശുപത്രി മാലിന്യങ്ങളുള്ളത്. അത് സ്ഥിരം സംഭവം. അതായത് നമ്മളാ കാണുന്ന ഇപ്പോൾ നികത്തിയിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഈ മാലിന്യം തള്ളുന്നതിന് ശേഷം മണ്ണിട്ട് നികത്തുന്നു. ഇങ്ങനെ ഒരു പ്ലെയിനായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഒരുപാട് കാലം കൊണ്ട് മാലിന്യം തള്ളിയ ശേഷം അത്തരത്തിൽ പ്ലെയിനായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് വീണ്ടും മാലിന്യം വന്ന് നിക്ഷേപിച്ചത്. അതും പലവിധ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ കൃത്യമായി വാർത്ത കൊടുത്തു, അധികൃതർ ശ്രദ്ധയിൽ എത്തിച്ചു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. എന്നിട്ടും വീണ്ടും ഇതേ കുറ്റം ഈ ഉടമ ആവർത്തിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ഉടമ എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഷാജി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ നെല്ല് അധികൃതർ തയ്യാറായിട്ടില്ല. ഒരു പിഴ മാത്രം ഒടുക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ
കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന സ്ഥലമാണ്. 500 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് അവിടെ ഒരു പമ്പ് ഹൗസ് ഉള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ നടന്നിരിക്കുന്നത്. അത് വീണ്ടും വലിയൊരു അനാസ്ഥ തന്നെയാണ് കാണുന്ന ദൃശ്യങ്ങളെല്ലാം വ്യക്തമാണ്. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ.